താരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ഹായ് എവരി വൺ. സോ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മ സ്വർലോകരാജ്ഞി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു ധ്യാന ചിന്തയാണ് അല്ലേ. പരിശുദ്ധ അമ്മയെ സ്വർലോകരാജ്ഞിയായിട്ട് നമ്മുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി സന്തോഷം വരും അല്ലേ. ആ മഹത്വത്തിൻ്റെ രാജ്ഞിയായി, ആ മഹത്വത്തിൻ്റെ കിരീടം ധരിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കുന്ന അമ്മയെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിച്ചല്ലേ. ഒത്തിരിയേറെ നൊമ്പരത്തോടും വേദനയോടും കൂടി അല്ലാതെ നമുക്കത് ധ്യാനിക്കാൻ സാധിക്കത്തില്ല അല്ലേ. പരിശുദ്ധ അമ്മ കടന്നുപോയ വഴികൾ, അവൾ അനുഭവിച്ച വേദനകൾ, ഗോകുൽത്തായിൽ അവൾ ചിന്തിയ രക്തക്കണ്ണുനീര് അല്ലേ, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു നൊമ്പരമുണ്ടാക്കും അല്ലേ. അപ്പോൾ ആ ഒരു നൊമ്പരത്തെ കുറച്ചെങ്കിലും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും പരിശുദ്ധ അമ്മ സ്വർലോകരാജ്ഞിയായി കാണുമ്പോഴല്ലേ. അമ്മ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷം തോന്നും അല്ലേ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ ഒരു സ്വർലോകരാജ്ഞി എന്നൊരു ധ്യാനം എടുക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചത്, ഞാൻ കുറച്ച് വചനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടക്കത്തിൽ ഉൽപ്പത്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ദ ബൈബിൾ അല്ലേ, പല സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന കാണാം. ഇപ്പം നമ്മൾ ബൈബിള് സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് വിശുദ്ധിയോടും വളരെ സൂക്ഷ്മതയോടും കൂടി പഠിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഒത്തിരിയേറെ ഹിഡൻ സിമ്പിൾസ് ബൈബിളുണ്ടല്ലേ. അപ്പം നമ്മളത് സൂക്ഷ്മതയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ഹിഡൻ സിമ്പിൾസ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പരിശുദ്ധ പിതാക്കന്മാരെല്ലാവരും പറയുന്നത് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകമെന്ന്. അപ്പം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അതുപോലെ പല സ്ഥലങ്ങളിലും വാഗ്ദാന പേടകത്തെക്കുറിച്ചുള്ള റെഫറൻസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളും എല്ലാം കാണുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ പിതാക്കന്മാർ അതിലൊരു ഹിഡനായിട്ട് കാണുന്നതെന്നല്ലേ. ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം, മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ. അതുപോലെ തന്നെ ക്രിസ്തു തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. അത് രണ്ടും സിമിലറാണ് അല്ലേ. അതൊരു സിമ്പലാണ് അല്ലെ, ഒരു അടയാളമാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ജീസസ് ഈസ് എ ടൈപ്പ് ഓഫ് മോസസ് എന്ന്. അതുപോലെ തന്നെ ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമമനുസരിച്ച് എന്നേക്കും പ്രധാന പുരോഹിതൻ എന്ന് പറയുന്നുണ്ട്. അപ്പം മൽക്കീസദേക്ക് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു സിമ്പലാണെന്ന് നമുക്ക് വേണേൽ പറയാം. അങ്ങനെ ഒത്തിരിയേറെ ഹിഡൻ സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കണം. അപ്പം ഞാൻ ഓർത്ത് അങ്ങനത്തെ കുറച്ച് റെഫറൻസ് ഒക്കെ പറയാമെന്ന്. അപ്പം നമ്മൾ തുടക്കത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തിയിൽ തന്നെ മാതാവിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ശിക്ഷയും വാഗ്ദാനവും ദൈവം സർപ്പത്തെ ശിക്ഷിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ ഇവിടെ
സർപ്പമെന്ന് പറയുന്നത് ആ പുരാതന സർപ്പം അല്ലേ, അല്ലെങ്കിൽ സാത്താൻ. സാത്താനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ സാത്താനോട് ദൈവം പറയുക, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സോ ദർ ഈസ് ആൻ എൻമിറ്റി അല്ലേ, ഒരു എൻമിറ്റി ഉണ്ട് സ്ത്രീയും അവളുടെ സന്തതിയും തമ്മിൽ അല്ലേ. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും. ആരാണ് സാത്താൻ്റെ തല തകർത്തത്? ക്രിസ്തുവാണ് സാത്താൻ്റെ തല തകർത്തത് അല്ലേ. അപ്പം ക്രിസ്തു ഇവിടെ പറയുന്നത് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും. അപ്പോൾ അവളുടെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അല്ലേ. അപ്പോൾ ആ സ്ത്രീ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ഇതാണ് ഫസ്റ്റ് റെഫറൻസ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ. ഫസ്റ്റ് ബുക്കിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ റെഫറൻസ് ഉണ്ട്. നീ അവൻ്റെ കുതികാലം ശത്രുതകളൊക്കെ അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് റെഫറൻസ് നമ്മൾ ഇതിലാണ് കാണുന്നത്. ഇനി ലാസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. അവിടെ നമ്മൾ ശരിക്കും സ്ത്രീയെ കാണുന്നത് ഒരു രാജ്ഞിയായിട്ടാണ്. സ്ത്രീയും ഉഗ്രസർപ്പവും. സ്വർഗത്തിൽ 12-ാം അധ്യായം, വെളിപാട് 12. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ തീർച്ചയായിട്ടും ഒരു രാജ്ഞിയാണ് അല്ലേ. എങ്ങനെയാണ്? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. പിന്നീട് കുറച്ച് വാദിച്ച് ലാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് ഈ സർപ്പത്തിന് സ്ത്രീയെ ഉപദ്രവിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ലാസ്റ്റാണ് കാണുന്നുണ്ട്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാനായിട്ട് അത് പുറപ്പെട്ടു. അപ്പോൾ there is an enmity. In the beginning, in Genesis, we saw that enmity, right? Again, here we see that enmity, അല്ലേ? അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു അല്ലേ. എന്തിനാ? സ്ത്രീയുടെ ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അല്ലേ, പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ പിശാചിന് ഏറ്റവും കൂടുതൽ ശത്രുതകൾ എന്ന് പറയുന്നത് സ്ത്രീയോടാണെന്നാണ് പറയുന്നത്. ഇപ്പം പിശാചിൻ്റെ സിന്നെന്ന് പറഞ്ഞാൽ, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിന്നെന്ന് പറഞ്ഞാൽ പ്രൈഡായിരുന്നു. ആ പ്രൈഡ് കാരണമാണ് അവൻ വീണുപോയത്. അപ്പോൾ അത്രയും പ്രൈഡ് അത് വായിക്കാം കേട്ടോ. ഞാൻ യെശയ്യായുടെ പുസ്തകം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിശാചിൻ്റെ പ്രൈഡ്, എന്തുകൊണ്ടാണ് അവൻ വീണതെന്ന്. ഞാൻ ഓർക്കും നമ്മളുമൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. നമ്മളിലുമൊക്കെ അഹങ്കാരം ഉണ്ടോ? ചെറിയ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മുളയിലെ തന്നെ നുള്ളാൻ ശ്രമിക്കണം. അപ്പോൾ ചെറിയൊരു അഹങ്കാരം വന്നു, പിന്നെ അത് പെരുത്തു, വലിയ അഹങ്കാരമാവും. അപ്പോൾ അതിനൊന്നും നമ്മൾ സാധ്യത കൊടുക്കരുത്. ഇവിടെ പറയുന്നുണ്ട് യെശയ്യാ 14 പിശാചിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, വലിയ ശോഭപൂർണനായിരുന്നു പിശാച്. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? വലിയ ഉന്നതനായിട്ടിരിക്കുമായിരുന്നു അല്ലേ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശത്തിൻ്റെ മാലാഖയായിരുന്നു. ഗബ്രിയേൽ, മീഖായേൽ മാലാഖമാരോടൊപ്പം തന്നെയുള്ള അതുപോലെയുള്ളൊരു പ്രതാപവാനായ മാലാഖയായിരുന്നു. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയായി തിന്മ ഉണ്ടായത്? അത്രയും നല്ല ഒരു സൃഷ്ടിയായിരുന്നു അല്ലേ. അത്രയും മനോഹരമായ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആ തിന്മയുളവായ ഒരു പാത്ത്, ദൈവത്തിന്മയായ ഒന്നിനെയും സൃഷ്ടിച്ചില്ല അല്ലേ. അത് തന്നെ അങ്ങ് ഉളവാകുമായിരുന്നു. ആ പിശാചിൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിൽ നിന്ന് ആ തിന്മയുളവായി. അപ്പോൾ കേട്ടോണം, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും,
ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ദൈവം, സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മേളിൽ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും. അത്രമാത്രം അഹങ്കാരം കയറിപ്പോയി. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും. എല്ലാറ്റിൻ്റെ മുകളിൽ ഞാനിരിക്കും, ദൈവത്തിൻ്റെയും മുകളിലും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. അപ്പം ദൈവത്തെ പോലെ ആകണം എന്നൊരാഗ്രഹം, അതിൻ്റെ മേലേലാകണം എന്നൊരാഗ്രഹം. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. അല്ലേ? ഓൾറെഡി ഉന്നതനായിരുന്നു അവന്. അത് പോരാ, അതിൽ പോരാ. ഞാൻ ദൈവത്തിൻ്റെ മുകളിൽ കയറുമെന്നുള്ള ഒരു അഹങ്കാര ചിന്ത കയറിയിട്ട് എന്ത് പറ്റി? അവസാനം പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും. ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? അപ്പോൾ അവൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അപ്പോൾ റൂട്ട് കോസ് എങ്ങനെയാണ് ആ തിന്മ ഉളവായത്? എല്ലാം ഉളവായത് അവൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ്. തന്നെത്താൻ അവൻ ഉയർത്തി, അല്ലേ? ഇവൻ പറഞ്ഞു, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. അത്രയധികം അഹങ്കാരം ആയിരുന്നു, അത്രയധികം അഹങ്കാരിയായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ, അപ്പം ഈ അമ്മ എന്ന് പറയുന്നത് ഒന്നാമത് ഏറ്റവും പിശാചിന് വലിയ അടിയായത് ക്രിസ്തു തോൽപ്പിച്ചതിലല്ല. ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവമാണ്, അല്ലേ? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റുപോയി. അതാണ് അവൻ ഏറ്റവും ഒരു ഹ്യൂമിലിയേഷനായെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്, അല്ലേ? വെറും ഒരു സ്ത്രീയുടെ മുമ്പിൽ തോറ്റുപോയി എന്നുള്ളത് പിശാചിൻ്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ്. അവളെ തൊടാൻ അവന് സാധിച്ചില്ല. അപ്പം പിശാച് തൻ്റെ അഹങ്കാരത്തിൽ മനുഷ്യരെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ഇൻഫീരിയർ ക്രീച്ചേഴ്സ്, അല്ലേ? ഭയങ്കര ഇൻഫീരിയർ ആയിട്ടുള്ള, വളരെ താഴെയുള്ള, വലിയ അഹങ്കാരമുള്ളവരെങ്ങനെയാണ് താഴെ പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നു ഇവരൊക്കെ ഇൻഫീരിയർ ആണെന്ന് തോന്നും, അല്ലേ? അതേപോലെയാണ് ഹ്യൂമൻ നേച്ചർ, ഓഫ് കോഴ്സ്, അല്ലേ? ആ ഏഞ്ചലിക് നേച്ചറിനേലും താഴെയുള്ളൊരു നേച്ചറാണ്, അല്ലേ? അപ്പം അവനൊരു ഇൻഫീരിയർ ക്രീച്ചറായിട്ട് കാണുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വന്നു. അവളെ തൊടാൻ സാധിച്ചില്ല, അല്ലേ? എല്ലാറ്റിനുപരിയായിട്ട് ദൈവം അവളെ പ്രൊട്ടക്റ്റ് ചെയ്തു, അവളെ ഉയർത്തി. അതാണ് പിശാചിന് ഏറ്റവും ഒരു ഹ്യൂമിലിയേഷനായി പോയത്. അതുകൊണ്ടാണ് സ്ത്രീയോട് ഇത്രയധികം എൻമിറ്റി വന്നത്, അല്ലേ? ആ എൻമിറ്റി ഭയങ്കരമായിട്ട് അവനുണ്ട്. അപ്പം സ്ത്രീ എന്ന് പറയുന്നത് സ്വർലോക രാജ്ഞിയായി ഉയർന്നു, അല്ലേ? മാതാവെന്ന് പറയുന്ന ആ എളിമയിൽ പിശാച് അഹങ്കാരം കൊണ്ട് താഴെ വീണു. പരിശുദ്ധ അമ്മ തൻ്റെ എളിമയാൽ ഉയർന്നു, അല്ലേ? ആ കോൺട്രാസ്റ്റ് ഒന്ന് നോക്കണം. പരിശുദ്ധ അമ്മ തന്നെ താഴ്ത്തി. അപ്പോൾ പരിശുദ്ധ അമ്മ വലിയ സ്ഥാനത്തേക്ക് ഉയർന്നു. വലിയ സ്ഥാനത്തിരുന്ന പിശാച്, അല്ലെ ലൂസിഫർ, അഹങ്കാരത്താൽ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടു. അപ്പോൾ അതാണ് അതിനകത്തെ കോൺട്രാസ്റ്റ്. അപ്പം പിശാചിന് ഏറ്റവും ഹ്യൂമിലിയേഷനായി പോയത് അമ്മയുടെ മുന്നിൽ തോക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു എൻമിറ്റി ഉണ്ട്, അമ്മയും സ്ത്രീയും സന്തതിയും തമ്മിൽ, സ്ത്രീയോടും സന്തതിയോടും ഒരു എൻമിറ്റി ഉണ്ട് പിശാചിന്. അപ്പം ഞാൻ പല എക്സോർസിസ്റ്റിൻ്റെയും ഇങ്ങനെ ബുക്കുകൾ വായിക്കുകയും അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുകയും കേട്ടിരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ചില പൊസഷൻസ് ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുന്നത് എക്സോർസിസം ചെയ്ത ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാപത്തിൻ്റെ ആക്കമനുസരിച്ച് നമ്മൾ എത്ര കൂടുതലായിട്ട് പാപം ചെയ്യുന്നു, അല്ലെ എത്രയും എന്താ പറയുന്നത് ഏറ്റവും തിന്മകളൊക്കെ പ്രവർത്തിക്കുകയല്ലേ, അങ്ങനെ വരുമ്പോഴത്തേക്ക് പിശാച് തന്നെ ആ മനുഷ്യനിൽ ആവസിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ജൂഡാസിന് അതാ പറ്റിയെന്നാണ് പറയുന്നത്. ജൂഡാസിലേക്ക് ലൂസിഫർ തന്നെ മുഴുവനായി ആവസിച്ചു. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ ദൈവത്തെ തള്ളിപ്പറയാൻ മാത്രം അവൻ അധപ്പതിച്ച് പോയത്. അപ്പം അങ്ങനെ നമ്മൾ പിശാചിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏത് ദൈവനിഷേധവും ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റും തെറ്റാണ്. അപ്പം നമ്മൾ പിശാചിന് ഒരു എൻട്രി കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പം നമ്മളൊരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അവൻ വന്ന് അവിടെ കയറും, അല്ലേ? അപ്പം നമ്മൾ വലിയ പാപങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, വളരെ മ്ലേച്ഛമായ പാപങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പൊസഷൻ കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. അതുപോലെ ഭയങ്കര പാപികൾ, ഇപ്പം ജൂഡാസിനൊക്കെ ആയിരുന്ന അതുപോലെ പറയുന്നത് ലൂസിഫറാണ് അവനിൽ ആവസിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ എക്സോർസിസം ചെയ്യുന്നവർ പറയുന്നത് ചില പൊസഷൻസൊക്കെ വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ശക്തി കൂടിയ പിശാചുക്കളെ ഇറക്കാൻ വലിയ പാടാണ്. അപ്പം അവരൊക്കെ ഏറ്റവും അവസാനത്തെ
കൈ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പുഴിക്കടകൻ എന്നൊക്കെ പറയുന്ന പോലെ അറ്റ കൈക്ക് ചെയ്യുന്നതാണ്. പരിശുദ്ധ അമ്മയെ വിളിച്ച്, അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചിട്ട് എക്സോർസിസം ചെയ്യും. അപ്പോൾ പരിശുദ്ധ അമ്മ വന്നു കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്ത് വെളിയിൽ പോകുമെന്ന് ഞാൻ പലരുടെയും ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്, പല എക്സോർസിസ്റ്റും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിക്ക്, ഒരു പൊസിഷനുള്ള ഒരു കുട്ടി ഭയങ്കരമായിട്ട് അസ്വസ്ഥതയൊക്കെ കാണിക്കുവാണ്. അപ്പോൾ അസ്വസ്ഥതയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അറിയാതെ നമ്മൾ ആ ജപമാല ആ മുടിയുടെ അകത്തേക്ക് അങ്ങ് വെച്ചു. അപ്പം കുട്ടി അറിഞ്ഞിട്ടില്ല ജപമാല വെച്ചു എന്നുള്ള കാര്യം, അറിയാതെയാണ് വെച്ചത്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തത് ആ മൊമെൻറ്റ് ആ ജപമാല മുടിയുടെ അകത്തോട്ട് പോവുകയും ഭയങ്കരമായിട്ട് വയലൻ്റായിട്ടങ്ങ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്തോ നമ്മുടെ ദേഹത്ത് ഭയങ്കരമായിട്ട് തീ കത്തുന്ന പോലെയോ, പൊള്ളുമ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത് അതുപോലെ തലയെല്ലാം ഇട്ടിട്ട് അടിച്ച് മുടിയെല്ലാം വലിച്ച് പറിച്ച് ആ ജപമാല എടുത്ത് എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പം ശാന്തമായി. ആ വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അങ്ങ് മാറി. അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് എക്സോർസിസം ചെയ്യുമ്പം അത്ര അതിപരിശുദ്ധയാണ് കേട്ടോ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് പിശാചിന് വളരെ ഭയമാണ്. ഏറ്റവും ഒരു നാണക്കേടായി പോയ, ഒരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് അവന് പോയതാണ് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ തോറ്റുപോയത്. വെറും ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റുപോയി എന്നാണ് അവൻ കാണുന്നത്. അത്രയും അവന് നാണക്കേടായിപ്പോയി. ക്രിസ്തുവിൻ്റെ മുമ്പിൽ തോറ്റതിനെക്കാട്ടിലും വലിയ നാണക്കേടാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തോറ്റതെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ റെഫറൻസ്, വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്വർലോക രാജ്ഞിയായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ത്രൂ ഔട്ട് ബൈബിൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ ഹിഡൻ സിമ്പിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഒത്തിരി ഹിഡൻ സിമ്പിൾസ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഈ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണെങ്കിൽ പലയിടത്തും പരിശുദ്ധ അമ്മയുടെ റെഫറൻസ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരെണ്ണം ഞാൻ പറയാം. സഭാപിതാക്കന്മാരെല്ലാം പറയുന്നത് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകമെന്നാണ്. അപ്പം വാഗ്ദാന പേടകം നമ്മൾ പലയിടത്ത് വായിച്ചിട്ടുണ്ടല്ലേ, പുറപ്പാടിൻ്റെ പുസ്തകത്തിലുണ്ട്, പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട് വാഗ്ദാന പേടകം. എങ്കിലും ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചത് എബ്രായരുടെ പുസ്തകത്തിലുള്ള, കാരണം ഞാൻ എബ്രായരുടെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എബ്രായരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ, അത് പഴയ നിയമത്തിലെ കാര്യമാണല്ലോ വാഗ്ദാന പേടകം, പക്ഷേ എങ്കിലും എബ്രായരുടെ പുസ്തകത്തിൽ ബലി പഴയതും പുതിയതും എന്ന സ്ഥലത്ത് പറയുന്നുണ്ട്. എബ്രായർ 9, ഞാനതൊന്ന് ജസ്റ്റ് വായിക്കാം. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധന വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പം വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട് അല്ലേ. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അപ്പോൾ എവിടെയാണ് വാഗ്ദാന പേടകം ഇരിക്കുന്നത്? വിശുദ്ധ സ്ഥലത്തല്ല, അതിവിശുദ്ധ സ്ഥലത്താണ് അല്ലേ. അതിവിശുദ്ധനായവനെ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദാന പേടകം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്നാക്കി ഉണ്ടായിരുന്നു? മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത്. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല. ഒത്തിരി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എബ്രായരുടെ ലേഖകൻ. അപ്പം വാഗ്ദാന പേടകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശം. അപ്പം മന്ന എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പരിശുദ്ധ കുർബാനയാണ് അല്ലേ. ജീവൻ്റെ അപ്പം. ആരാ ജീവൻ്റെ അപ്പം? ക്രിസ്തുവാണ് ജീവൻ്റെ അപ്പം. രണ്ടാമത് പറയുന്നത് അഹ്റോൻ്റെ തളിർത്ത വടി. അഹ്റോൻ്റെ തളിർത്ത വടി പ്രധാന പൗരോഹിത്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ എബ്രായരുടെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ക്രിസ്തുവാണ് പ്രധാന പുരോഹിതൻ. ദാറ്റ്സ് എ സെൻട്രൽ തീം ഓഫ് ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് അല്ലേ. അപ്പോൾ അതിൽ പറയുന്നത് ക്രിസ്തുവാണ് പ്രധാന പുരോഹിതൻ. അപ്പം ക്രിസ്തു ഹീസ് എ ഹൈ പ്രീസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക് എന്നാണ് പറയുന്നത്. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് ക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പം അഹ്റോൻ്റെ തളിർത്ത വടി ക്രിസ്തുവിൻ്റെ ആ പുരോഹിതൻ എന്ന ആ സ്ഥാനത്തെ കാണിക്കുന്നു. അപ്പം അഹ്റോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും. ഉടമ്പടിയുടെ ഫലകങ്ങൾ ഏതാ? മോശയുടെ ഉടമ്പടിയുടെ ഫലകങ്ങൾ അല്ലെ ദൈവവചനം. അപ്പോൾ ദൈവവചനം ആരാ? ക്രിസ്തുവാണ് അല്ലേ. യോഹന്നാൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു അല്ലേ. അപ്പം വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പം വചനമായവനെ ഗർഭം ധരിച്ചവളാണ്
പരിശുദ്ധ അമ്മ അല്ലേ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ക്രിസ്തുവായിരുന്നു അല്ലേ. ആ വചനത്തെയാണ് മാംസം ധരിച്ചത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് വാഗ്ദാന പേടകത്തിൽ എന്താ ഉള്ളത്? ക്രിസ്തു തന്നെയാണ് ഉള്ളത് അല്ലേ. പരിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു, അഹ്റോൻ്റെ തളിർത്ത വടി ഉണ്ടായിരുന്നു, പിന്നെ വചനവും ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അത് മൂന്നും ഉൾക്കൊണ്ടിരുന്നതാണ് വാഗ്ദാന പേടകം. അപ്പോൾ ഈ ക്രിസ്തുവിനെ ഉള്ളിൽ ഗർഭം ധരിച്ച് അല്ലെ വചനം മാംസമായത് അമ്മയുടെ ഉദരത്തിലായതുകൊണ്ടാണ് അമ്മ വാഗ്ദാന പേടകമെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്യൂട്ടിഫുൾ അല്ലേ ഇത്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ മാതാവിനെ പറ്റിയുള്ള ഹിഡൻ റെഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 132. ഒരു മിനിറ്റ് ഞാനൊന്ന് തുറക്കട്ടെ. അപ്പോൾ സങ്കീർത്തനം 132 ദാവീദ് രാജാവ് ജെറുസലേമിലേക്ക് വാഗ്ദാന പേടകം കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു സെലിബ്രേഷനെ ആ സെലിബ്രേഷൻ ടൈമിൽ എഴുതുന്നതാണ്. അപ്പം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, കുറച്ച് ഭാഗം വായിക്കാം. എഫ്രാത്തായിൽ വെച്ച് നാം അതിനെപ്പറ്റി കേട്ടു, യയാറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി. നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം, അവിടുത്തെ പാദപീഠത്തിങ്കൽ ആരാധിക്കാം. കർത്താവെ, എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ. അപ്പോൾ കർത്താവെ, എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം. ഏത് പേടകം? വാഗ്ദാന പേടകം അല്ലേ. അങ്ങയുടെ കർത്താവ് എഴുന്നേറ്റ് തൻ്റെ വിശ്രമ സ്ഥലത്തേക്ക് പേടകത്തോടൊപ്പമാണ് വരുന്നത് അല്ലേ. കർത്താവെ, എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരയണമേ. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മളിതൊക്കെ വായിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ക്രിസ്തു തൻ്റെ അമ്മയെ നോക്കുന്ന സ്നേഹമാണ് കേട്ടോ. ക്രിസ്തു എത്രമാത്രം തൻ്റെ അമ്മയെ സ്നേഹിച്ചു, ക്രിസ്തു എത്രമാത്രം തൻ്റെ അമ്മയെ ബഹുമാനിച്ചു അല്ലേ. തൻ്റെ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി ജീവിച്ചിരുന്ന സമയത്ത് ആ ക്രിസ്തുവിനുണ്ടായിരുന്ന ഏക രക്തബന്ധമായിരുന്നു പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അല്ലേ. ഒരപ്പനില്ലായിരുന്നു, അപ്പൻ ദൈവമായിരുന്നത് കൊണ്ട് അല്ലേ. അപ്പോൾ ആ മനുഷ്യത്വം മുഴുവൻ സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നായിരുന്നു അല്ലേ. മാതൃത്വത്തിൻ്റെ പൂർണ്ണതയായ തൻ്റെ അമ്മയെ ക്രിസ്തു എത്രമാത്രം സ്നേഹിച്ചു. അപ്പം ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിൽ തെളിഞ്ഞു വരുന്നത് ക്രിസ്തുവിന് തൻ്റെ അമ്മയോടുള്ള, ആ മനുഷ്യനായ ക്രിസ്തുവിന് തൻ്റെ അമ്മയോടുള്ള ഒരു സ്നേഹവും തൻ്റെ അമ്മയോടുള്ള ഒരു ബഹുമാനവും തൻ്റെ അമ്മയോടുള്ള ഒരു കരുതലുമാണ് അല്ലേ. എപ്പോഴും അമ്മയോടൊപ്പമായിരിക്കും ക്രിസ്തു. കർത്താവെ, എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരയണമേ. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ അല്ലേ. അപ്പം ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞ പോലെ നമ്മൾ അമ്മയെ എത്ര സ്നേഹിച്ചാലും എത്ര ബഹുമാനിച്ചാലും ക്രിസ്തു തൻ്റെ അമ്മയെ സ്നേഹിച്ച് അത്രയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല അല്ലേ. അവനെങ്ങനെയാണ്? അവനങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചല്ലേ, ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു അമ്മയെന്ന് പറയുമ്പോഴല്ലേ. നമുക്ക് ആ കണ്ണുകളിൽ നമ്മുടെ കണ്ണടച്ചിട്ട് ഈ വചനമൊക്കെ വായിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലങ്ങ് തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമാണത്. അപ്പോൾ നമുക്കും ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മുടെ അമ്മയെ സ്നേഹിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അമ്മ അനുഭവിച്ച ഒത്തിരി വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. പക്ഷേ അതിനെല്ലാം, ആ വേദനകളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ മഹത്വം കാണുമ്പോൾ ഒരു പരിധി വരെ നമുക്കതിനെ മറക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം ഈ 8 നോയമ്പ് എല്ലാവർക്കും വളരെ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ആൾ. समुद्रतारमे मेरी माते, स्वर्गतीरमे मेरी माते, त्यागरूपमे मेरी माते, स्नेहदीपमे मेरी माते. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ,
സ്വർഗതീരമേ മേരി മാതേ. വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ മേരിയൊരടയാളം. വിനയാൻ വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം മണ്ണിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ മേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ.